ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വല്ലാതെ ഉലയുകയാണ്. ഇത് ഒരു തകർച്ചയുടെ വക്കിലാണ് എന്ന ആശങ്ക വരെ പടരുകയാണ്. അതിനിടയിലാണ് ഷെയ്ഖ് ഹസീന ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഹമ്മദ് യൂനസിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയത്. രാജ്യത്ത് അശാന്തി അലയടിക്കുന്നതിനിടയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും നടക്കുന്നു. ന്യൂയോർക്കിൽ നടന്ന അവാമി ലീഗിൻ്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും ഇസ്കോൺ എന്ന മതസംഘടനയ്ക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കാര്യം ഹസീന തുറന്നു പറഞ്ഞു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ പരാമർശിച്ച് ഹസീന പല കാര്യങ്ങളും വ്യക്തമാക്കി. ഇന്ന് അധ്യാപകരും പോലീസും എല്ലാം ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും അവർ ലക്ഷ്യമിടുന്നു. പള്ളികളും നിരവധി ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് ഹസീന ചോദിക്കുന്നു. തനിക്കെതിരെ ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് സത്യമല്ല. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരുമായി ചേർന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഇപ്പോൾ ഏർപ്പെടുന്നത് മുഹമ്മദ് യൂനസാണെന്ന് ഹസീന പറയുന്നു. അവരാണ് സൂത്രധാരന്മാർ. BNP നേതാവായ താരിഖ് റഹ്മാൻ ഇങ്ങനെ ആക്രമണങ്ങൾ തുടർന്നാൽ സർക്കാരിന് നിലനിൽക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ഹിന്ദു സന്യാസിമാരുടെ അറസ്റ്റ് ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ ഓഗസ്റ്റ് 5-ന് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തു. തുടർന്ന് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. തൻ്റെ പിതാവ് ബംഗളബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല ചെയ്യപ്പെട്ടതുപോലെ തന്നെയും വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് മുൻ പ്രധാനമന്ത്രി ആരോപിക്കുന്നു. ഒരു കൂട്ടക്കൊല ആഗ്രഹിക്കാത്തതിനാലാണ് താൻ ബംഗ്ലാദേശ് വിട്ടതെന്ന് ഹസീന പറയുന്നു. രാജ്യം വിടുന്നതിന് മുൻപുള്ള അവസാന നിമിഷത്തെക്കുറിച്ചാണ് ഹസീന സംസാരിച്ചത്. തന്നെ കൊലപ്പെടുത്താൻ ഒരു സായുധ ജനക്കൂട്ടം തൻ്റെ വീട്ടിലേക്ക് വന്നതായി അവർ പറയുന്നു. 1975 ഓഗസ്റ്റ് 15-ന് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടതുപോലെ തന്നെയും വധിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ഹസീന പറയുന്നു. ബംഗ്ലാദേശിലെ സാഹചര്യം അനുദിനം വഷളാവുകയാണ്. ഇവിടെയാണ് UN സമാധാന ദൗത്യം വേണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെടുന്നത്. മമതയുടെ ആഹ്വാനം ന്യായമാണ്, എന്നാൽ അത് അപ്രായോഗികമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമൊക്കെ UN സമാധാന ദൗത്യങ്ങൾ സാധാരണ നടക്കാറുണ്ട്. UN പ്രത്യേകിച്ചൊരു സൈന്യമില്ല. അംഗരാജ്യങ്ങളാണ് സേനയിലേക്ക് ആളെ നൽകുന്നത്. അത്തരം സൈന്യത്തിന് ഒരു രാജ്യത്ത് സമാധാനം തിരിച്ചു കൊണ്ടുവരുന്നതിനായി പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ അതിന് ആ രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമാണ്. UN സേനയെ ബലമായി വിന്യസിക്കാൻ കഴിയില്ല. ഈ സേനാ വിന്യാസം ആരംഭിക്കുന്നതിന് ആ ഹോസ്റ്റ് രാജ്യം സമ്മതം നൽകേണ്ടതുണ്ട്. സമ്മതമില്ലാതെ സേനയെ വിന്യസിക്കാൻ കഴിയില്ല എന്ന് UN ചാർട്ടർ വ്യക്തമാക്കുന്നു. UN ചാർട്ടറിൻ്റെ അധ്യായം 1-ലെ ആർട്ടിക്കിൾ 2-ൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് ചില മറ്റ് പോംവഴികൾ കൂടി ഉണ്ട്. പക്ഷേ അതിനും കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. ചാപ്റ്റർ 1-ലെ ആർട്ടിക്കിൾ 2(7) പ്രകാരം ഈ സമ്മതമില്ലാതെ സേനയെ വിന്യസിക്കാൻ ചില വഴികളുണ്ട്. അത് 7-ാം അധ്യായത്തിന് കീഴിലുള്ള വ്യവസ്ഥകൾ പ്രകാരം ആകണം എന്ന് ചാർട്ടർ നിർബന്ധം വയ്ക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായി വരുമ്പോൾ മാത്രമേ ഇങ്ങനെ അധ്യായം 7-ന് കീഴിലുള്ള ഈ വ്യവസ്ഥകൾ എടുത്ത് പ്രയോഗിക്കാൻ ആവുകയുള്ളൂ. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷ പീഡനങ്ങളെ തുടർച്ചയായി അപലപിക്കുന്നുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ആവർത്തിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UN സേനാ വിന്യാസത്തിന് ഇടക്കാല സർക്കാർ അനുമതി നൽകില്ല എന്ന് വ്യക്തമാണ്. ഏതായാലും ബംഗ്ലാദേശിലെ സാഹചര്യം വല്ലാതെ മോശമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കണക്കിലെടുത്ത് ഇസ്കോൺ അവിടെ അവരുടെ അനുയായികൾക്കും അതുപോലെ സന്യാസികൾക്കും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അടിയന്തര സുരക്ഷാ ഉപദേശങ്ങളാണ് ഇതിൽ പലതും. പുറത്തു കടക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അംഗങ്ങൾ പൊതുസ്ഥലത്ത് വേറിട്ട് നിൽക്കുന്ന തരത്തിൽ ഏതെങ്കിലും വ്യതിരിക്തമായ ചിഹ്നങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. കാവി വസ്ത്രങ്ങളും നെറ്റിയിൽ കുങ്കുമവുമൊക്കെ ധരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. കാവിച്ചരടുകൾ ധരിക്കണമെന്നവർക്ക് തോന്നിയാൽ അത് വസ്ത്രങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. കഴുത്തിലും മറ്റും ധരിക്കുന്നത് ആരും കാണാത്ത വിധത്തിലാകണം എന്നും അവർ പറയുന്നു. പറ്റുമെങ്കിൽ തലമറയ്ക്കുന്നതും നന്നായിരിക്കും. ചുരുക്കത്തിൽ സന്യാസികളായി വേറിട്ട് നിൽക്കരുത് എന്നാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ ആഴ്ച
ബംഗ്ലാദേശ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ 63 ഇസ്കോൺ സന്യാസിമാരെ കാവ്യവസ്ത്രം ധരിച്ച ആളുകൾ എന്ന നിലയിൽ മനസ്സിലാക്കുകയും അവരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അവരെ തടഞ്ഞു വെച്ചത്. വ്യക്തമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും ഈ തടഞ്ഞു വെച്ചത് എന്തിനാണ് എന്ന് വ്യക്തമായിട്ടില്ല. ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇന്ത്യ ശക്തമായി ആരോപിക്കുന്നത്. ഇരു രാജ്യങ്ങളും വ്യാപാര പങ്കാളികളാണ്. ഇന്ത്യയും ബംഗ്ലാദേശും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബംഗ്ലാദേശ്. ആസാമിലെ ശ്രീഭൂമി ജില്ലയിലെ എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് അസോസിയേഷൻ ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും തൽക്കാലം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ എത്താതെ ഇനി വ്യാപാര പ്രവർത്തനങ്ങൾ നടത്താനാകില്ല എന്നാണ് നിലപാട്. ഈ തീരുമാനം കാര്യമായ നഷ്ടത്തിന് കാരണമാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ആവശ്യമാണ് എന്ന് വ്യാപാരികൾ പറയുന്നു. ബംഗ്ലാദേശിലേക്കുള്ള അരി, കൽക്കരി, പഴങ്ങൾ തുടങ്ങിയ വസ്തുക്കളുടെ പ്രതിദിന കയറ്റുമതി എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കിടയിൽ വിമാന സർവീസുകൾ നടക്കുന്നുണ്ടായിരുന്നു, അതും ഇപ്പോൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം പകുതിയിൽ താഴെയായി കുറഞ്ഞു. അതുപോലെ അതിർത്തി കടക്കുന്ന ട്രക്കുകളുടെ എണ്ണം കുറഞ്ഞു. ബംഗ്ലാദേശി വിനോദസഞ്ചാരികളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നില്ല. ബംഗ്ലാദേശിലെ വിനോദസഞ്ചാരികളിൽ നിന്നുള്ള ബുക്കിംഗുകൾ സ്വീകരിക്കേണ്ട എന്ന് ത്രിപുരയിലെ ട്രാവൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശി വിനോദസഞ്ചാരികൾക്ക് ഹോട്ടലുകൾ മുറികൾ നൽകില്ല, റെസ്റ്റോറൻറ്റുകൾ അവർക്ക് ഭക്ഷണം നൽകില്ല എന്ന് ഓൾ ത്രിപുര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അഗർത്തലയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പരിസരത്ത് 50ലധികം പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയിരുന്നു. ഈ നയതന്ത്ര കേന്ദ്രങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് ഒഴിവാക്കണം എന്ന് ഇന്ത്യ ശക്തമായി പൗരന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, അഗർത്തലയിലെ ഈ സംഭവത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, 7 പ്രതിഷേധക്കാരെ കസ്റ്റഡിയിൽ എടുത്തു. എന്നിട്ടും ബംഗ്ലാദേശ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിലെ ആശങ്ക വ്യക്തമാക്കുകയും ചെയ്തു. ധാക്കയിൽ ഒരു ഇന്ത്യൻ വിനോദസഞ്ചാരി ആക്രമിക്കപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മതപരമായ ഒരു കാരണം കൊണ്ടാണ് താൻ ആക്രമിക്കപ്പെട്ടത് എന്ന് ഇരയായ സയൻ ഘോഷ് ആരോപിക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടയിൽ വടക്കൻ കൊൽക്കത്തയിലെ ഒരു ആശുപത്രി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശി രോഗികളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് ചികിത്സ നൽകില്ല എന്നാണ് നിലപാട്. 2023 ഏകദേശം 6,35,000 മെഡിക്കൽ ടൂറിസ്റ്റുകളാണ് ഇന്ത്യയിൽ എത്തിയത്. ഇതിൽ ഏകദേശം 3 ലക്ഷം പേർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വ്യക്തമാകും. ഇപ്പോൾ ഇതിലും കുറവുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് ടൈംസ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി എന്ന് മുഹമ്മദ് യൂനസ് തന്നെ തുറന്നു സമ്മതിച്ചു. തൻ്റെ കീഴിലുള്ള ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നൊരു ചിത്രം പുറത്തു വരുന്നു എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഏതായാലും ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തഹൂസീദ് ഹുസനും ഒക്ടോബർ 5 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല നിലയ്ക്കല്ല പോകുന്നത് എന്ന് പറയുന്നു. ഇത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതോടൊപ്പം അഭിഭാഷകർക്ക് നേരെയുള്ള ഭീഷണിയെ തുടർന്ന് ചിന്മോയ് ദാസിന് വേണ്ടി ചോട്ടാഗ്രാം കോടതിയിൽ ആരും ഹാജരാകുന്നില്ല. ദാസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രമൺ റോയ് ആക്രമിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ICUയിൽ തുടരുന്നു. ഹിന്ദു സന്യാസിമാർക്ക് ജാമ്യം ലഭിക്കുന്നതിന് നിയമസഹായം നൽകാൻ ഒരു അഭിഭാഷകനും ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ല. ദാസിൻ്റെ വാദം കേൾക്കാൻ കോടതി ജനുവരി 2 കേസ് മാറ്റി. ദാസിന് 1 മാസം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ചിറ്റഗോങ് ബാർ അസോസിയേഷൻ്റെ ഭാഗമായ അഭിഭാഷകർ ദാസിന് വേണ്ടി ഹാജരാകുന്ന ഹിന്ദു അഭിഭാഷകരെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം. 1 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് നവംബർ 25 ധാക്ക ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് ധാക്ക പോലീസിൻ്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് ദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദാസിൻ്റെ അറസ്റ്റിനെ തുടർന്ന് നവംബർ 26 ചിറ്റഗോങ്ങിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ദാസിനെ കാണാൻ ജയിലിൽ പോയ മറ്റ് 2 സന്യാസിമാരെയും നവംബർ 29 ജയിലിലടച്ചു. ഈ നിലപാട് ബംഗ്ലാദേശ് മാറ്റേണ്ടിയിരിക്കുന്നു, ഈ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുനർനിർമ്മിക്കാൻ.